ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് 11th സ്റ്റാൻഡേർഡിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് എന്ന യൂണിറ്റ് ആണ് നോക്കുന്നത് കേട്ടോ. ഈ സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് എന്ന യൂണിറ്റ് 3ൽ 3 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ബയോമോളിക്യൂൾസ്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇങ്ങനെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബയോളജിയുടെ ബേസിക് എലമെന്റ് ആയ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ആയ സെല്ലിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് സെല്ലിന്റെ ഉള്ളിൽ ഏതൊക്കെ ബയോമോളിക്യൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ സെല്ല് എങ്ങനെ ഡിവിഷൻ നടന്ന് അതിന്റെ നമ്പർ കൂട്ടുന്നു അല്ലെങ്കിൽ സെല്ല് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബയോളജി എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ. അതേപോലെ നമ്മൾ ഓരോ ഓർഗാനിസത്തിനെയും അതിന്റെ ഫോംസും അപ്പിയറൻസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ട്. പല തരത്തിലുള്ള ലിവിങ് ഓർഗാനിസംസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സെൽ തിയറി കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഫോംസ് ഉണ്ടെങ്കിലും അതിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള സെല്ല്, അത് എല്ലാത്തിലും ബേസിക് യൂണിറ്റ് സെല്ല് തന്നെയാണ്. ആ സെല്ല് ഓർഗനൈസ് ചെയ്തിട്ടാണ് എല്ലാ തരത്തിലുള്ള ലൈഫ് ഫോംസും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് സെൽ സ്ട്രക്ചറും അതുപോലെ തന്നെ സെൽ ഗ്രോത്തും സെൽ ഡിവിഷനും ഒക്കെ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ, ഈ യൂണിറ്റിൽ കൊടുത്തേക്കുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് പഠിക്കുന്ന 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന സെല്ലിനെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, സെൽ ഓർഗനൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നതാണ് കേട്ടോ. അതേപോലെ സെൽ തിയറി കണ്ടുപിടിച്ചോടുകൂടി ഇറ്റ് ക്രിയേറ്റഡ് സെൻസ് ഓഫ് മിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിഗൂഢത അറൌണ്ട് ദ ലിവിങ് ഫിനോമിന, അതായത് ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്സ്, ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്സ് റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിവിങ് ഫിനോമിനെ കൺട്രോൾ ചെയ്യുന്ന എന്തോ ഒരു നിഗൂഢത എന്തിനകത്തുണ്ട്, സെല്ലിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഈ ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഈ ഒരു നിഗൂഢത അത് സെല്ലുലാർ ഓർഗനൈസേഷന്റെ ഇന്റഗ്രിറ്റിക്ക് ആവശ്യമാണെന്നും ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ ആ ലിവിങ് ഫിനോമിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാൻ അത്യാവശ്യമാണ് എന്നും കണ്ടുപിടിക്കപ്പെട്ടു. അതായത് സെല്ലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ നിഗൂഢതകൾ കൊണ്ടാണ് അതിന്റെ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ് നടക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ഒരു മിസ്റ്ററി തന്നെ അത് സെല്ലുലാർ ഓർഗനൈസേഷന് അത്യാവശ്യമാണ് എന്നും അതുപോലെ തന്നെ ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ ലിവിങ് ഫിനോമിന ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും ആവശ്യമാണെന്ന് കണ്ടുപിടിച്ചു. അതായത് ലിവിങ് ഫിനോമിന വേണമെങ്കിൽ അല്ലെങ്കിൽ ലിവിങ് ആക്ടിവിറ്റീസ് വേണമെങ്കിൽ സെല്ലുലാർ ഓർഗനൈസേഷൻ വേണം എന്ന് ചുരുക്കം. അപ്പൊ സെല്ലുലാർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു നിഗൂഢത എന്തിലുണ്ട്, ഓരോ സെല്ലിന്റെ ഉള്ളിലും ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഓർഗാനിസത്തിന്റെ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്, ഒരു ഫങ്ഷണലും അതുപോലെ ബിഹേവിയറൽ പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സയന്റിസ്റ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഫിസിക്കോ കെമിക്കൽ അപ്രോച്ചാണ്. ആ ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഒരു സെൽ ഫ്രീ സിസ്റ്റം, ഒരു ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാവുന്നതാണ്. ഫിസിക്കോ കെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ഉള്ളിൽ ഉള്ള എല്ലാ മോളിക്യൂൾസും ഏത് തരത്തിലാണ് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത് ഇൻസൈഡ് എ ടെസ്റ്റ് ട്യൂബ്, അത് നമുക്ക് ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിൽ സ്റ്റഡി ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് വഴി സെല്ലിന്റെ ഉള്ളിലുള്ള ഓരോ മോളിക്യൂൾസും എങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയും ഈ ഒരു അപ്രോച്ച് വേരിയസ് മോളിക്കുലാർ ടേംസ് അല്ലെങ്കിൽ വേരിയസ് പ്രോസസ് ഇൻ മോളിക്കുലാർ ടേംസ്, അതായത് പലതരത്തിലുള്ള റിയാക്ഷൻസ്, ആ മോളിക്കുലാർ ലെവലിലുള്ള പലതരത്തിലുള്ള റിയാക്ഷൻസ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. എങ്ങനെ? ആ ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ചെയ്തത്. ഈ ഒരു അപ്രോച്ച്
അപ്രോച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തതോടുകൂടി ലിവിങ് ടിഷ്യൂ ഫോർ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, ഏതൊക്കെ തരത്തിലുള്ള എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആണ് ലിവിങ് ടിഷ്യൂവിൽ ഉള്ളത് എന്നും കണ്ടുപിടിക്കാൻ പറ്റി. അതേപോലെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും ഏതൊക്കെയാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സെൽ സ്ട്രക്ചറും സെൽ ഗ്രോത്തും സെൽ ഡിവിഷനും ഒക്കെയാണ് നമ്മൾ ഈ മൂന്ന് ചാപ്റ്ററിലായിട്ട് പഠിക്കുന്നത്, ഈ യൂണിറ്റിലെ 3 ചാപ്റ്ററിലായിട്ട് പഠിക്കുന്നത്. അപ്പൊ സെൽ തിയറി ക്രിയേറ്റ് ചെയ്ത ഒരു മിസ്റ്ററി ഉണ്ട്. അതായത് ഒരു ഫിനോമിന, ലൈഫ് ഫിനോമിന അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ബിഹേവിയറൽ പ്രോസസ് ഓഫ് ദ ഓർഗാനിസം, അത് നടക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു നിഗൂഢത സെല്ലിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു നിഗൂഢത തന്നെയാണ് സെല്ലുലാർ ഓർഗനൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നതും ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ കൊണ്ടാണ് ആ ലിവിങ് ഫിനോമിന ഉണ്ടാകുന്നതും എന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ ലിവിങ് പ്രോസസ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്ന ഫിസിക്കോ കെമിക്കൽ അപ്രോച്ചാണ്. അതിനൊരു സെൽ ഫ്രീ സിസ്റ്റം യൂസ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതായത് ഒരു സെൽ ഫ്രീ സിസ്റ്റം അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആ എലമെന്റ്സ്, റിയാക്ഷൻ നടക്കേണ്ട എല്ലാ എലമെന്റൽ കോമ്പോസിഷനും ആക്കിയതിനു ശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് കൊടുത്താൽ അതവിടെ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടത്തുന്നത്, അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് നമുക്ക് സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അതേപോലെ ഏതൊക്കെ മോളിക്കുലാർ ടേംസിലും മോളിക്കുലാർ ലെവലിൽ ഏതൊക്കെ പ്രോസസ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ലിവിങ് ടിഷ്യൂസിലും എലമെന്റ്സിലും ഏതൊക്കെ തരത്തിലുള്ള കോമ്പൗണ്ട്സ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ചോദിക്കാം, നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാകുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദീസ് കോമ്പൗണ്ട്സ് ഡൂയിങ് ഇൻസൈഡ് ദ സെൽ? എന്താണ് ഈ കോമ്പൗണ്ട്സ് സെല്ലിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്? അത് ഏത് തരത്തിലാണ് ഫിസിയോളജിക്കൽ പ്രോസസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫങ്ഷണൽ പ്രോസസ് ആയിട്ടുള്ള ഡൈജഷനും എക്സ്ക്രീഷനും മെമ്മറിയും ഡിഫെൻസും റെക്കഗ്നീഷനും ഇതൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് എന്താണ് മോളിക്കുലാർ അല്ലെങ്കിൽ നമുക്ക് വി ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മോളിക്കുലാർ ബേസിസ് ഓഫ് ഓൾ ഫിസിയോളജിക്കൽ പ്രോസസ്? ഈ എല്ലാ ഫിസിയോളജിക്കൽ പ്രോസസ്സിന്റെ മോളിക്കുലാർ ബേസിസ് എന്താണ്? അതേപോലെ തന്നെ ഇത് ഒരു അബ്നോർമൽ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോൾ, അതായത് നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഒക്കെ വരുമ്പോൾ ആ അബ്നോർമൽ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഫിസിക്കോ കെമിക്കൽ അപ്രോച്ച് വഴി നമ്മൾ ലിവിങ് ഓർഗാനിസത്തിനെ സ്റ്റഡി ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനെയാണ് റിഡക്ഷനിസ്റ്റ് ബയോളജി എന്ന് പറയുന്നത്. റിഡക്ഷനിസ്റ്റ് ബയോളജി എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ഫിസിക്കോ കെമിക്കൽ പ്രോസസ് വെച്ച് അത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് റിഡക്ഷനിസ്റ്റ് ബയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ, ഫിസിക്സ് ടെക്നിക്സും കെമിസ്ട്രി ടെക്നിക്സും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ബയോളജി സ്റ്റഡി ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ചാപ്റ്റർ 9 പറയുന്ന ബയോമോളിക്യൂൾസിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിട്ടുള്ള, ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല എന്ന് ചുരുക്കം. എന്നാലും ബയോമോളിക്യൂൾസ് നമുക്ക് അറിയേണ്ട അത്യാവശ്യം കാര്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. സോ വിൽ റീഡ് ദിസ് പാരഗ്രാഫ്. Biology is the study of living organisms. The detailed description of their forms and appearance only brought out their diversity. It is the cell theory that emphasized the unity underlying this diversity of forms, that is, the cellular organization of all life forms. A description of cell structure and cell growth by division is given in the chapters comprising this unit. Cell theory also created a sense of mystery around living phenomena, that is, physiological and behavioral processes. This mystery was the requirement of integrity of cellular organization for living phenomena to be demonstrated or observed. In studying and understanding the physiological and behavioral processes, one can take a physico-chemical approach and use cell-free system to investigate. This approach enables us to describe the various processes in molecular terms. The approach is established by analysis of living tissues for elements and compounds. It will tell us what type of organic compounds are present in living organisms. In the next stage, one can ask the question,
what are these compounds doing inside a cell, and in what way they carry out gross physiological process like digestion, excretion, memory, defense, recognition, etc. In other words, we answer the question, what is the molecular basis of all physiological process? It can also explain the abnormal process that occur during any diseased condition. This physicochemical approach to study and understand living organisms is called reductionist biology. The concept and technique of physics and chemistry are applied to understand biology. In chapter 9 of this unit, a brief description of biomolecule is provided. ഇവിടെ ചില ബയോപോളിമേഴ്സ്, അതായത് പ്രോട്ടീൻസിൻ്റെയൊക്കെ സ്ട്രക്ചറൽ കൺഫർമേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് ഉള്ള ആ കൺഫർമേഷണൽ അനാലിസിസ് ഓഫ് ബയോപോളിമേഴ്സ് ചെയ്തൊരു സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. GN രാമചന്ദ്രൻ 1922 ജനിച്ച് 2001 ഹി പാസ്ഡ് അവേ കേട്ടോ. GN രാമചന്ദ്രൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, ഹി വാസ് എൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഫിഗർ ഇൻ ദ ഫീൽഡ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ എന്ന ആ ഒരു ഫീൽഡിൽ അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് മദ്രാസ് സ്കൂളിൻ്റെ ഫൗണ്ടർ. മദ്രാസ് സ്കൂളിൽ കൺഫർമേഷണൽ അനാലിസിസ് ഓഫ് ബയോപോളിമേഴ്സ് ആണ് ചെയ്തിരുന്നത്. അതായത് കൺഫർമേഷണൽ അനാലിസിസ് ഓഫ് ബയോപോളിമേഴ്സിൽ റിസർച്ച് ചെയ്ത മദ്രാസ് സ്കൂളിൻ്റെ ഫൗണ്ടർ വന്നിട്ട് രാമചന്ദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്നത് ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് കൊളാജൻ ആണ്. അത് നേച്ചർ എന്ന ഒരു മാനുവലിൽ അദ്ദേഹം 1954 അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനാലിസിസ് പ്രോട്ടീൻ്റെ കൺഫർമേഷൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ രാമചന്ദ്രൻ പ്ലോട്ട് വെച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു എന്നല്ല, എക്സ്പ്ലെയിൻ ചെയ്തു. രാമചന്ദ്രൻ പ്ലോട്ട് വെച്ച് സ്ട്രക്ചറൽ പ്ലോട്ട് വെച്ച് അത് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്തു. അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചറൽ ബയോളജിയിൽ ഒരു മേജർ കോൺട്രിബ്യൂഷൻ തന്നെയാണ് കേട്ടോ. മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഇൻ സ്ട്രക്ചറൽ ബയോളജിയാണ് ഈ രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രിപ്പിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് കൊളാജൻ ആണ്. അദ്ദേഹം ജനിച്ചത് October 8, 1922 ഒരു ചെറിയ ടൗണിൽ. അത് കൊച്ചിയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു ടൗൺ അല്ല, സൗത്ത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസർ ആയിരുന്നു ലോക്കൽ കോളേജിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാമചന്ദ്രനെ മാത്തമാറ്റിക്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, മാത്തമാറ്റിക്സിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റഡിയിൽ മാത്തമാറ്റിക്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ഫാദർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഇയേഴ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹം 1942 ഗ്രാജുവേറ്റഡ് ആയി. BSc ഫിസിക്സിലാണ് അദ്ദേഹത്തിന് ഗ്രാജുവേഷൻ കിട്ടിയത്. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിൽ നിന്നാണ് അദ്ദേഹത്തിന് ഗ്രാജുവേറ്റഡ് ആയത്. അദ്ദേഹം ടോപ്പ് റാങ്കിങ് സ്റ്റുഡൻറ്റിൽ വരുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ PhD ചെയ്തത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1949 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ PhD. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ രാമചന്ദ്രൻ മീറ്റ് ചെയ്ത വേറൊരു സയൻറ്റിസ്റ്റാണ് ലിനസ് പോളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ്, അതായത് ആൽഫ ഹെലിക്സ് ബീറ്റ ഷീറ്റ് സ്ട്രക്ചർ അദ്ദേഹം പബ്ലിഷ് ചെയ്തത് ഈ കൊളാജൻ്റെ സ്ട്രക്ചർ സോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് ആ ഒരു മെത്തേഡ് ഒരുപാട് യൂസ്ഫുള്ളായി. അതുകൊണ്ട് തന്നെ ആ ഒരു പാത പിന്തുടർന്നിട്ടാണ് അദ്ദേഹം ഈ കൊളാജൻ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തത് കേട്ടോ. അതേപോലെ അദ്ദേഹം പാസ് ഔട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഹി പാസ്ഡ് അവേ ബൈ ഏജ് ഓഫ് 78. 78ാമത്തെ വയസ്സിലാണ്. April 7, 2001 അദ്ദേഹം he passed away കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. GN രാമചന്ദ്രൻ, an outstanding figure in the field of protein structure, was the founder of Madras School of Conformation Analysis of Biopolymers. His discovery of the triple helical structure of collagen, published in Nature in 1954, and his analysis of the allowed conformations of protein through the use of Ramachandran plot rank among the most understanding contributions in structural biology. He was born on October 8, 1922 in a small town not far from Cochin on the southwestern coast of India. His father was a professor of mathematics at a local college and thus had considerable influence in shaping Ramachandran's interest in mathematics. After completing his school days, Ramachandran graduated in 1942 as the top ranking student in the BSc.
BSc Honours Physics course of the University of Madras. He received a PhD from Cambridge University in 1949. While at Cambridge, Ramachandran met Linus Pauling and was deeply influenced by his publications on model of the alpha helix and beta sheet structure that directed his attention to solving the structure of collagen. He passed away at the age of 78 on April 7, 2001. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ 8 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് പഠിക്കുന്നത് കേട്ടോ. എന്താണ് ഒരു സെല്ല്, സെൽ തിയറി എന്താണ്, ഒരു സെല്ലിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ, പ്രോകാരിയോട്ടിക് സെൽ അതിൻ്റെ ക്യാരക്ടേഴ്സ്, യൂകാരിയോട്ടിക് സെൽ അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ലിവിങ് ഓർഗാനിസത്തിനെയും നോൺ ലിവിങ് തിങ്സിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ലിവിങ് ഓർഗാനിസം ലിവിങ് ആവുന്നത്, എങ്ങനെയാണ് ഇനാനിമേറ്റ് ഒബ്ജക്റ്റ് നോൺ ലിവിങ് ആവുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ് ലിവിങ് ഓർഗാനിസം ലിവിങ് ആയി നിലനിൽക്കാനുള്ള കാരണം എന്താണ്, മെറ്റാബോളിക് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് ഒക്കറിങ് ഇൻസൈഡ് ആൻ ഐസൊലേറ്റഡ് ചേംബർ ദാറ്റ് ഈസ് ഇൻസൈഡ് എ സെൽ അല്ലെ. ആ മെറ്റാബോളിക് റിയാക്ഷൻ ആണ് ലൈഫ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ ഹിയർ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആയിട്ടുള്ള സെല്ലിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സെല്ല് കൊണ്ടാണ് എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെയും ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ഓർഗാനിസംസും സെൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചില ലിവിങ് ഓർഗാനിസം സിംഗിൾ സെൽ മാത്രമാണ് അതിന്റെ കംപ്ലീറ്റ് ബോഡി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയും. എന്നാൽ ചില ഓർഗാനിസം നമ്മളെ പോലെയുള്ള വലിയ വലിയ ഓർഗാനിസംസ് കുറേ സെൽസ് കൂടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. വെൻ യു ലുക്ക് അറൌണ്ട് യു സീ ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. യു മസ്റ്റ് ഹാവ് വണ്ടേർഡ് ആൻഡ് ആസ്ക്ഡ് യുവർ സെൽഫ് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് മേക്ക് ആൻ ഓർഗാനിസം ലിവിങ് ഓർ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ആൻ ഇനാനിമേറ്റ് തിങ് does not have which a living thing has. The answer to this question is the presence of the basic unit of life, the cell, in all living organisms. All living organisms are composed of cells. Some are composed of a single cell and are called as unicellular organisms, while others like us composed of many cells are called as multicellular organisms. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഒരു സെൽ എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് അത് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസിന് കേപ്പബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലൈഫ് പെർഫോം ചെയ്യാനും അത് കേപ്പബിൾ ആയിരിക്കും. ഈ ഒരു കംപ്ലീറ്റ് സെല്ല് എന്ന് ഈ ഒരു സ്ട്രക്ചർ ഇല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതെന്തെങ്കിലും ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ലിവിങ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ എനിത്തിങ് ലെസ് ദാൻ എ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ സെൽ, ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് എ സെല്ലിനേക്കാൾ കുറഞ്ഞതൊന്നും ഡസ് നോട്ട് എൻഷുർ ഇൻഡിപെൻഡന്റ് ലിവിങ് എൻഷുർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സെൽ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആണ്. സെൽ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആണ്. ആന്റണി വാൻ ലിവൻ ഹൂക്ക് ആണ് ഫസ്റ്റ് ലിവിങ് സെല്ലിനെ ഒബ്സർവ് ചെയ്തതും ഒരു ലൈവ് സെല്ലിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തതും. റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പിന്നീട് ന്യൂക്ലിയസ് കണ്ടുപിടിക്കാൻ കാരണമായി. ഇത് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഓരോ ഡെവലപ്മെന്റ് വന്നത്. ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പിന്റെ ഇംപ്രൂവ്മെന്റ് വന്നതോടുകൂടി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വരെ കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി എല്ലാ സെല്ലിന്റെ എല്ലാ സ്ട്രക്ചറൽ ഡീറ്റെയിൽസും ഇന്ന് റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതായത് വെളിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് എ സെൽ? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആർ കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ആൻഡ് പെർഫോമിംഗ് ദ എസെൻഷ്യൽ functions of life. Anything less than a complete structure of a cell does not ensure independent living. Hence, cell is the fundamental structural and functional unit of all living organisms. Anton van Leeuwenhoek first saw and described a live cell. Robert Brown later discovered the nucleus. The invention of the microscope and its improvement leading to the electron microscope revealed all the structural details of the സെൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൽ തിയറിയാണ് കേട്ടോ. 1838 മാത്യാസ് ലീഡൻ എന്ന ഒരു ബോട്ടണിസ്റ്റ് അദ്ദേഹം ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഒബ്സർവ് ചെയ്ത് എല്ലാ പ്ലാന്റ്സും കമ്പോസ് ചെയ്തേക്കുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് കൊണ്ടാണെന്നും ആ സെൽസ് കൂടിയിട്ട് ടിഷ്യൂസ് പ്ലാന്റ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കി. അതേ സെയിം ടൈം തിയോഡർ ഷ്വാൻ എന്ന സയന്റിസ്റ്റ് 1839 അദ്ദേഹം ഒരു സുവോളജിസ്റ്റ് ആയിരുന്നു. പലതരത്തിലുള്ള ആനിമൽ സെൽസിനെ
ആനിമൽ സെൽസിനെ ഒബ്സർവ് ചെയ്യുകയും അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ആ സെൽസിൽ ഒരു തിൻ ഔട്ടർ ലെയർ ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു. ആ തിൻ ഔട്ടർ ലെയറിനെ ഇന്ന് നമ്മൾ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതേപോലെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്റ്റഡിയുടെ വെളിച്ചത്തിൽ പ്ലാന്റ് ടിഷ്യൂസിൽ സെൽ വോൾ ഉണ്ടെന്നും എന്നാൽ ആനിമൽ ടിഷ്യൂസിൽ ഇത്രയും വലിയ തിക്കായിട്ടുള്ള ഒരു സെൽ വോൾ ഇല്ല എന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. അതായത് പ്ലാന്റ്സിന്റെ ഒരു യുണീക്ക് ക്യാരക്ടറാണ് സെൽ വോൾ എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇതിന്റെ ബേസിൽ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഷ്വാൻ പ്രപ്പോസ് ചെയ്തതാണ് ദ ഹൈപ്പോതെസിസ് ദാറ്റ് ദ ബോഡീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ്. ഷ്വാൻ ആണ് പറഞ്ഞത് ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും ബോഡി കമ്പോസ് ചെയ്തേക്കുന്ന സെൽസ് കൊണ്ടും സെല്ലിന്റെ പ്രോഡക്റ്റ് കൊണ്ടും ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ഈ തിയോഡർ ഷ്വാൻ എന്ന സുവോളജിസ്റ്റ് ആണ് പറഞ്ഞത് പ്ലാന്റ്സിന്റെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സെൽ വോൾ ഉള്ളത് എന്നും. കേട്ടോ, ഇനി സ്ലീഡനും ഷ്വാനും കൂടിയിട്ടാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. ഈ തിയറി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ തിയറിയിൽ പറയാത്തൊരു കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഈ തിയറിയിൽ പറയാത്തൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ തിയറിയിൽ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ലിവിങ് ഓർഗാനിസവും അതായത് പ്ലാന്റ്സും ആനിമൽസും എല്ലാം അതിൻ്റെ ബോഡി കമ്പോസ് ചെയ്തേക്കുന്ന സെൽസ് കൊണ്ടും അതേപോലെ തന്നെ സെല്ലിന്റെ പ്രോഡക്റ്റ് കൊണ്ടും ആണെന്നാണ് ഷ്വാനും അതുപോലെ തന്നെ സ്ലീഡനും കൂടി പ്രപ്പോസ് ചെയ്തത്. എന്നാൽ അവർക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് പുതിയ സെൽസ് ഫോം ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് അടുത്ത സയന്റിസ്റ്റ് 1855 അപ്പോൾ 1838, 1839, 1855 കേട്ടോ, റുഡോൾഫ് വിർക്കോ എന്ന സയന്റിസ്റ്റ് ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്തു സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ സെല്ല് ഫോം ചെയ്യുകയാണ്, അത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ് ഡിവിഷൻ നടക്കുന്നത് എന്ന്. അതായത് ദ ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിനെ പറയുന്ന ഒംനിസ് സെല്ലുല ഈ സെല്ലുല എന്ന ഒരു ടേം. ഇതിന്റെ അർത്ഥം ദ ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്നാണ് കേട്ടോ. അദ്ദേഹം ആ ഒരു സെൽ തിയറി അദ്ദേഹം മോഡിഫൈ ചെയ്ത് സ്ലീഡനും ഷ്വാനും കൂടി കൊടുത്ത സെൽ തിയറി ഒരു ഫൈനൽ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് സെൽസ്. എല്ലാ ലിവിങ് ഓർഗാനിസംസും സെൽസ് കൊണ്ടും സെൽസിന്റെ പ്രോഡക്റ്റ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ സെൽസും അറൈസ് ചെയ്യുന്ന പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ്. അതായത് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെൽസ് ആൻഡ് ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഇതാണ് സെൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Cell theory. In 1838, Matthias Lieden, a German botanist, examined a large number of plants and observed that all plants are composed of different kinds of cells which form a tissue of the plant. At about the same time, Theodor Schwann, in 1839, a British zoologist studied different types of animal cells and reported that cells had a thin outer layer which is today known as the plasma membrane. He also concluded, based on his studies on plant tissue, that the presence of cell wall is a unique character of the plant cells. On the basis of this, Schwann proposed the hypothesis that the bodies of animals and plants are composed of cells and products of cells. Sleeden and Schwann together formulated the cell theory. This theory, however, did not explain as to how new cells were formed. Rudolf Virchow in 1855 first explained that cells divided and new cells are formed from pre-existing cells, that is omnis cellula e cellula. He modified the hypothesis of Sleeden and Schwann to give the cell theory a final shape. Cell theory as understood today is all living organisms are composed of cells and products of cells. All cells arise from pre-existing cells. ഇനി നമുക്ക് ആൻ ഓവർവ്യൂ ഓഫ് സെല്ല് നോക്കാം. അതായത് സെല്ലിനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു വിശദീകരണം. നമ്മൾ ഓൾറെഡി ഒബ്സർവ് ചെയ്തേക്കുന്ന കാര്യമാണ് ഓണിയൻ പീലിലെ സെല്ല് അല്ലെങ്കിൽ ഹ്യൂമൻ ചീക്ക് സെല്ലൊക്കെ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ടുണ്ട് അല്ലേ. ഇനി അതിന്റെ സ്ട്രക്ചർ നമ്മൾ പണ്ട് കണ്ട ആ ഒരു സ്ട്രക്ചർ ഒന്ന് റീകളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണിയൻ സെല്ല് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ പ്ലാൻ സെല്ലാണ്. അതിന് ഡിസ്റ്റിങ്ക്റ്റ് അതായത് സെപ്പറേറ്റ് സെൽ വോൾ ഉണ്ട് അതിന്റെ ഔട്ടർ ബൗണ്ടറി ആയിട്ട് കേട്ടോ. അതായത്
ആ ബൗണ്ടറി ആയിട്ട് സെൽ വോൾ ഉണ്ട്, അതിന്റെ ഉള്ളിലായിട്ട് ഒരു സെൽ മെംബ്രെയിനും കാണാം. അതായത് സെൽ മെംബ്രെയിനെ കവർ ചെയ്തിട്ട് ഒരു സെൽ വോളും കൂടെ കാണാം. എന്തിന്? ഈ പറയുന്ന പ്ലാന്റ് സെല്ലിന്. ഒരു ടിപ്പിക്കൽ പ്ലാന്റ് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒണിയൻ പീലിൽ ഒരു സെൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അവർക്കൊരു സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിനും ഉണ്ട് എന്ന് കാണാം. സെൽ വോൾ ആണ് അതിന്റെ ഔട്ടർ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ചീക്ക് സെല്ലാണെങ്കിൽ അതിനൊരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതാണ് അതിന്റെ ഡെലിമൈറ്റിംഗ് സ്ട്രക്ചർ ഓഫ് ദ സെൽ. അതായത് സെല്ലിനെ തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പ് അല്ലെങ്കിൽ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ സെൽ മെംബ്രെയിൻ ആണ്. അതല്ലാതെ അതിനൊരു സെൽ വോള് ഇല്ല എന്ന് ചുരുക്കം. അത് ഓരോ സെല്ലിന്റെ ഉള്ളിൽ ഒരു ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, അതിന് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയും. ന്യൂക്ലിയസ് എന്ന് പറയുന്ന മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ട്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമസോം ഇരിക്കുന്നത്. ക്രോമസോമിലെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA കണ്ടെയ്ൻ ചെയ്യുന്നതാണ് കേട്ടോ. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമസോം ഉണ്ട്, ക്രോമസോമിന്റെ ഉള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഈ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള സെൽസിനെ നമ്മൾ യൂക്യാരിയോട്ടിക് സെൽസ് എന്നും, ആ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ്, മെംബ്രെയിൻ കവർ ചെയ്തിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസിനെ നമ്മൾ പ്രോക്യാരിയോട്ടിക് സെൽസ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസിൽ അല്ലെങ്കിൽ പ്രോക്യാരിയോട്ടിക് സെല്ലിന്റെ കേസിലാണെങ്കിലും യൂക്യാരിയോട്ടിക് സെല്ലിന്റെ കേസിലാണെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഒരു സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ഉണ്ട്. അതായത് ഈ പറയുന്ന സെല്ലിന്റെ ഉള്ളിലുള്ള ബാക്കി എല്ലാ പാർട്ടിക്കിൾസും സസ്പെൻഡ് ചെയ്ത് കാണുന്ന ഒരു മാട്രിക്സ്, ഒരു മീഡിയം ഉണ്ട്. അതിന് നമ്മൾ സൈറ്റോപ്ലാസം എന്നാണ് പറയുന്നത്. ഈ സൈറ്റോപ്ലാസം ആണ് സെല്ലിന്റെ ഉള്ളിലെ വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നത് കേട്ടോ. അതായത് പ്രോക്യാരിയോട്ടിന്റെ ഉള്ളിലാണെങ്കിലും യൂക്യാരിയോട്ടിന്റെ ഉള്ളിലാണെങ്കിലും ഒരു സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള മാട്രിക്സ് ഉണ്ട്, അതിന് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. സൈറ്റോപ്ലാസം ആണ് ദ മെയിൻ അറീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റി. സെല്ലുലാർ ആക്ടിവിറ്റി നടക്കുന്ന ഒരു അരങ്ങ് അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഒരു സ്ഥലം, സെല്ലുലാർ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന സൈറ്റോപ്ലാസം ആണ്. മെയിൻ അരീന എന്ന് പറയുന്ന കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അരങ്ങ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് സെല്ലുലാർ ആക്ടിവിറ്റീസ് നടക്കുന്ന അരങ്ങ്, ആ ഒരു സെല്ലുലാർ ആക്ടിവിറ്റീസ് നടക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആണ്. പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും ആനിമൽസിന്റെ കേസിലാണെങ്കിലും. അപ്പോൾ സെമി ഫ്ലൂയിഡ് മാട്രിക്സ് ആയിട്ടുള്ള സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലാണ് സെല്ലുലാർ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അതേപോലെ സെല്ലുലാർ ആക്ടിവിറ്റീസിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. ഈ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ലിവിങ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഒരു ഓർഗാനിസം ലിവിങ് ആയിട്ട് നിലനിർത്തുന്നത് ഈ പറയുന്ന കെമിക്കൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ഇത്രയൊന്ന് വായിച്ചു നോക്കാം. ആൻ ഓവർവ്യൂ ഓഫ് സെൽ. യു ഹാവ് earlier observed cells in an onion peel and or human cheek cell under microscope. Let us recollect their structure. The onion cell, which is a typical plant cell, has a distinct cell wall as its outer boundary, and just within it is the cell membrane. The cells of the human cheek have an outer membrane as the delimiting structure of the cell. Inside each cell is a dense membrane-bound structure called nucleus. This nucleus contains the chromosome, which in turn contain the genetic material DNA. Cells that have membrane-bound nuclei are called as eukaryotic, whereas cells that lack a membrane-bound nucleus are called as prokaryotic. In both prokaryotic and eukaryotic cells, a semi-fluid matrix called the cytoplasm occupies the volume of the cell. The cytoplasm is the main arena of cellular activities in both the plants and animal cells. Various chemical reactions occur in it to keep the cells in the living state. കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ന്യൂക്ലിയസിനെ കൂടാതെ യൂക്യാരിയോട്ടിക് സെല്ലില് കുറെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഉണ്ട്. അതിന് ആ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസിന് എക്സാമ്പിൾ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, മൈറ്റോകോൺട്രിയ, മൈക്രോബോഡീസ്, വാക്യൂൾ. ഇതൊക്കെ ഈ പറയുന്ന യൂക്യാരിയോട്ടിക് സെല്ലില് ന്യൂക്ലിയസിനെ കൂടാതെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് കാണുന്ന സെല്ലുലാർ ഓർഗനൽസ് ആണ് കേട്ടോ. ഈ പ്രോക്യാരിയോട്ടിക് സെല്ലില് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെന്റ് ആണ്, അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല. ഇനി റൈബോസോംസ് എന്ന് പറയുന്നത് ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആണ്. അത് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. റൈബോസോം എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ, അതായത് കുറച്ച് RNA പ്രോട്ടീനും കൂടി കൂടിയൊരു സ്ട്രക്ചർ ആണ് റൈബോസോം എന്ന് പറയുന്നത്. അതെല്ലാ സെൽസിലും കാണും, യൂക്യാരിയോട്സിലും കാണും, പ്രോക്യാരിയോട്ടിക് സെൽസിലും കാണും. സെൽസിന്റെ ഉള്ളില് റൈബോസോംസ് സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടും കാണാം. അതേപോലെ തന്നെ അത് ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺട്രിയയിലും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും ഒക്കെ കാണാൻ കഴിയുന്നതാണ് ഈ റൈബോസോമിന്. അപ്പൊ റൈബോസോം പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും കാണും. അതൊരു നോൺ മെംബ്രെയിനിയസ് സെൽ ഓർഗനലാണ്. അതൊരു റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ ആണ്. അതിനകത്ത് റൈബോ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനുമാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സാധാരണയായിട്ട് റൈബോസോം സൈറ്റോപ്ലാസത്തിൽ കാണാറുണ്ട്. ചില സെൽ ഓർഗനൽസ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇവിടെയൊക്കെ നമുക്ക്
റൈബോസോമിനെ കാണാൻ പറ്റും യൂകാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ കേട്ടോ. പ്രോകാരിയോട്ടിന്റെ കേസിലാണെങ്കിൽ അവരുടെ മീസോസോം സ്ട്രക്ചർ, അതായത് സെൽ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്ത് കാണുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കാണാറുണ്ട് ഈ പറയുന്ന റൈബോസോംസ്. ഇനി ആനിമൽ സെല്ലിൽ ഒരു നോൺ മെംബ്രെയിൻ സെൽ ഓർഗനൽ, റൈബോസോം അല്ലാതെ ഒരു നോൺ മെംബ്രെയിൻ സെൽ ഓർഗനൽ ഉണ്ട്, അത് സെൻട്രോസോം എന്നാണ് പറയുന്നത്. ആ സെൻട്രോസോം എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ, സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സെൻട്രോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽ. ഇതിന് ഓരോന്നിനെയും പറ്റിയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊന്ന് വായിച്ചു നോക്കാം. ബിസൈഡ്സ് ദ ന്യൂക്ലിയസ് യൂകാരിയോട്ടിക് സെൽസ് ഹാവ് അതർ മെംബ്രെയിൻ ബൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചർ കോൾഡ് ഓർഗനൽസ് ലൈക്ക് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, Golgi complex, lysosome, mitochondria, microbodies, and vacuoles. The prokaryotic cells lack such membrane-bound organelles. Ribosomes are non-membrane-bound organelles found in all cells, both eukaryotic as well as prokaryotic. Within the cell, ribosomes are found not only in the cytoplasm but also within the two organelles like chloroplast in plants and mitochondria and on rough endoplasmic reticulum. Animal cells contain another non-membrane bound organelle called centrosome that help in cell division. ഇനി നെക്സ്റ്റ് നോക്കാം. സെൽസ് ഓരോ സെല്ലും അതിൻ്റെ സൈസിലും ഷേപ്പിലും ആക്ടിവിറ്റീസിലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് മൈക്കോപ്ലാസ്മ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെല്ല്, അതിൻ്റെ സൈസ് വന്നിട്ട് 0.3 മൈക്രോമീറ്റർ ഇൻ ലെങ്ത് ആണ്. അതേസമയം ബാക്ടീരിയയുടെ സൈസ് വന്ന് കുറച്ചും കൂടെ കൂടുതലാണ്, അതായത് 3 to 5 മൈക്രോമീറ്റർ ആണ് ബാക്ടീരിയയുടെ സൈസ്. അതേപോലെ ഓരോന്നിൻ്റെ ഷേപ്പും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ലാർജസ്റ്റ് സെല്ല് ഐസൊലേറ്റ് ചെയ്തേക്കുന്ന ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്. ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ് ഏറ്റവും വലിയ സെല്ലെന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന്റെ കേസിൽ ഹ്യൂമൻ റെഡ് ബ്ലഡ് സെല്ല് 7 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ളതാണ് ഹ്യൂമൻ ബ്ലഡ് RBC. അതേപോലെ നെർവ് സെല്ല് ലോങ്ങസ്റ്റ് സെല്ലാണ് കണ്ടോ. നെർവ് സെല്ല് ലോങ്ങസ്റ്റ് സെല്ലാണ്, ഏറ്റവും നീളം കൂടിയ സെല്ലെന്ന് പറയുന്നത് നെർവ് സെല്ലാണ്. അതൊരു ത്രെഡ് ലൈക്ക് സെല്ലാണ് കേട്ടോ. അതേപോലെ അതിന്റെ ഷേപ്പും വ്യത്യാസമുണ്ട്. ഡിസ്ക് ലൈക്ക് സെല്ലുണ്ടാവും. ഡിസ്ക് ലൈക്ക് സെല്ലെന്ന് പറയുന്ന ഈ റെഡ് ബ്ലഡ് സെല്ലാണ്. അതേപോലെ പോളിഗണൽ ഷേപ്ഡ് സെൽസ് ഉണ്ടാവും. അതേപോലെ കൊളുംനാർ സെൽസ് ഉണ്ടാവും. കൊളുംനാർ സെൽസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. പോളികൊളുംനാർ സെൽസ് എന്ന് പറയുന്നത്. ക്യൂബോയിഡൽ സെൽസ് ഉണ്ടാവും. ക്യൂബോയിഡൽ സെൽസിന്റെ പടം ഇവിടെ കൊടുത്തിട്ടില്ല. ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മൾ പഠിച്ചിട്ടില്ലേ, അത് ക്യൂബോയിഡൽ ഷേപ്പുള്ള സെല്ലായിരിക്കും. അതേപോലെ ത്രെഡ് ലൈക്ക് സെൽ ഉണ്ടാവും. ഇത് ത്രെഡ് ലൈക്ക് സെല്ലാണ്. ഇറഗുലർ സെൽസ് ഉണ്ടാവും. ഇറഗുലർ സെൽസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇറഗുലർ സെൽസ് എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് ഇറഗുലർ ഷേപ്പാണ്. അതേപോലെ എലോങ്ങേറ്റഡ് സെല്ല് എന്ന് പറയുന്നത് ഇതേപോലത്തെ എലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന ട്രക്കീഡ്സും വെസൽസും ഒക്കെ എലോങ്ങേറ്റഡ് സെൽസ് ആണ്. അതേപോലെ മീസോഫിൽ സെൽസ് റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ഉള്ളതാണ് മീസോഫിൽ ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പലതരത്തിലുള്ള ഷേപ്പുള്ള സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഷേപ്പ് ഓരോ സെല്ലും എന്ത് ഫംഗ്ഷൻ ആണോ പെർഫോം ചെയ്യുന്നത് അതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെർവ് സെല്ല് എലോങ്ങേറ്റഡ് ആ, കാരണം എന്താ, നെർവ് കണ്ടക്ഷൻ ആണ് അവരുടെ ഫംഗ്ഷൻ, അതായത് മെസ്സേജ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. മെസ്സേജ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ സെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് മെസ്സേജ് പോയി, അടുത്ത സെല്ലിലേക്ക് മെസ്സേജ് പോയി, അങ്ങനെ നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് എത്തുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സിംഗിൾ സെല്ലിൽ കൂടെ പാസ് ചെയ്ത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സെല്ലാണെങ്കിൽ എളുപ്പം മെസ്സേജ് കണ്ടക്ഷൻ നടക്കും. അതേപോലെ RBCയുടെ കേസിൽ അത് ഡിസ്ക് ഷേപ്പാണ്, ഒരു കൊട്ട പോലെയാണ് ഇരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എന്താ പറയുക ഹീമോഗ്ലോബിൻ, ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഹീമോഗ്ലോബിൻ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന, അപ്പം മാക്സിമം ഓക്സിജൻ അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പാകത്തിനാണ് ഇതിൻ്റെ ഷേപ്പ്. ട്രക്കീഡ്സ് എലോങ്ങേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് എലോങ്ങേറ്റഡ് ട്യൂബ് പോലെ ഇരിക്കണം, എന്നാലും അത് വാട്ടർ കണ്ടക്ഷൻ ഈസി ആവുള്ളൂ. അതേപോലെ വൈറ്റ് ബ്ലഡ് സെൽസ് അമീബോയിഡ് സെൽസ്, അതിൻ്റെ ഷേപ്പ് മാറാം. കാരണം വൈറ്റ് ബ്ലഡ് സെൽസ് മാക്രോഫേജസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന, ഇപ്പോൾ ഈ ഇതിനെയൊക്കെ എൻഗൾഫ് ചെയ്യുക, അതായത് ഫോറിൻ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ എൻഗൾഫ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിനൊരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പ്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇത് അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും അതിനെ എൻഗൾഫ് ചെയ്യുന്നത്, കണ്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് പോയില്ലേ. അപ്പോൾ ആ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പായിരിക്കും ഈ പറയുന്ന WBCക്കുള്ള. ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ അനുസരിച്ച് അതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം.
Cells differ greatly in size, shape and activities. For example, mycoplasma, the smallest cell, are only 0.3 micrometer in length, while bacteria, that is 3 to 5 micrometer size. The largest isolated single cell is the egg of an ostrich. Among multicellular organisms, human red blood cells are about 7 micrometer in diameter. Nerve cells are some of the longest cells. Cells also vary greatly in their shape. They may be disc-like, polygonal, columnar, cuboidal, thread-like or even irregular. The shape of the cell may vary with the functions they perform. കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പ്രോക്യാരിയോട്ടിക് സെല്ല് പഠിക്കാം.